ടോപ്പ് സിംഗറിലെ നിങ്ങളുടെ പ്രിയപ്പെട്ട കുട്ടിപ്പാട്ടുകാർക്ക് വോട്ട് ചെയ്യാൻ MMC ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പൊന്മൈന തേന്മാന്തളിരുത്തി പുന്നാകപ്പൂഞ്ചില്ലയാട്ടി പിന്മൈന പൂമാനസം നീട്ടി ഈ തീരം പുൽകുമ്പോൾ മൈത്താരം കാട്ടുമ്പോൾ എന്റെ നിൻ മൗനം എന്നെ കൊഞ്ചിച്ചോ കണിമുത്തുകൾ കൊത്തിയ തത്തകളെത്തിപ്പോയി കുളിരും മകൾ തമ്മിലൊരുമ്മിയ മധുരം പോ പൊന്നാരപ്പൂവിലും കൊത്തി പൊന്മൈന തേന്മാന്തളിരുത്തി. കുരവയുമായി കതിരണി മണ്ഡപം ഉണരുകയായി പുലരികളിൽ ഇത്ര നാളോ ഇങ്ങനെ വെളിനിയും പൊന്നാരപ്പൂവിലും കൊത്തി പൊന്മൈന തേന്മാന്തളിരുത്തി പൊന്നാകപ്പൂഞ്ചില്ലയാട്ടി പെൺമൈന പൂമാനസം മീട്ടി. പെൺമൈന പൂമാനസം നീട്ടി ഈ തീരം പുൽകുമ്പോൾ മൈത്താരം കാട്ടുമ്പോൾ എന്റെ നിൻ മൗനം എന്നെ കൊഞ്ചിച്ചോ കണിമുത്തുകൾ കൊത്തിയ തത്തകളെത്തിപ്പോയി കുളിരും മകൾ തമ്മിലൊരുമ്മിയ മധുരം പോൽ പൊന്നാരപ്പൂവിലും കൊത്തി പൊന്മൈന തേന്മാന്തളിരുത്തി. ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ സീസൺ 6 പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം.
കഴിഞ്ഞ 2 ദിവസമായിട്ട് ഞാൻ നല്ല പാട്ടുകളും തമാശകളും ഒക്കെ കേട്ടു. ഇന്നും ഞാൻ നല്ല എക്സൈറ്റഡ് ആണ് പാട്ടുകളും തമാശകളൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട ഫ്രണ്ട്സിനെ വിളിച്ചാലോ? ലെറ്റ്സ് വെൽക്കം മധു അങ്കിൾ, ആര്യ ചേച്ചി, MJ അങ്കിൾ. അപ്പൊ ചാൻസ് നമുക്കിനി സാമേട്ടനെ വിളിച്ചാലോ? വിളിക്കാം. സാംസോണി? യെസ് യു മീൻ സാംസങ് സോണി? യെസ് യെസ്, നമുക്ക് വിളിക്കാം. അപ്പൊ വെൽക്കം സാമേട്ടൻ ഓൺ സ്റ്റേജ്. ഹായ്. ഹലോ. ഹായ് സോമേട്ടൻ, അല്ല സാമേട്ടൻ. പുതിയ പേരുകളൊക്കെ വന്നു കേട്ടോ. സമോസ, ഇപ്പൊ സോമൻ, സമോസ എന്നൊരു പേര്. അങ്ങനെയുണ്ടോ? അതെന്താ പറയാൻ കാരണം? പിന്നെ സമൂഹലൻ എന്നൊരു പേരുണ്ട്. ആണോ? അങ്ങനെ പല പേരുകളും വന്നു. ഓ, അതെന്താ അങ്ങനെ? വേറെ ഏത് പേരുണ്ടായിരുന്നല്ലോ? വേറെ സാംസങ് സോണി, സാംസോണൈറ്റ്, കൊറേ സാംസോണൈറ്റ്, സാംസങ് സോണി. കൊറേ ഉണ്ട്. ഇപ്പത്തെ സോമൻ പുതിയത് അഞ്ചായി. ആ ഒരു സ്റ്റാൻഡേർഡ് മാറി നമ്മള്. ആണല്ലേ? നമ്മുടെ ക്വാർട്ടർ ഫൈനലിലോട്ട് ഓരോരുത്തർക്കും ഓരോ തീം മ്യൂസിക് വരാൻ പോകുന്നുണ്ട് കേട്ടോ. അതാണ്, നോക്കിക്കോ, സംഭവങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ ചോയ്സ് അല്ലേ? ഓക്കെ, നോക്കാം സാംകുട്ടാ, നോക്കാം, വിസ്താരം നോക്കാം. അപ്പൊ ഇന്നത്തെ ആരാണ് ചൂസ് ചെയ്യാൻ പോണ? ഞാൻ മധു സാറിനെ ചൂസ് ചെയ്യും. എന്തുകൊണ്ടാ? കാരണം എനിക്ക് മധു സാറിന്റെ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. ഓ, പിന്നെ ഞാൻ ഓഡീഷന് വരാൻ നേരത്ത് നീവാന്ന് പറഞ്ഞു ഞങ്ങളുടെ അവിടുത്തെ പള്ളിയിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇഷ്ടം അല്ലേ? അതുകൊണ്ടാണ് ഇഷ്ടം. നീ വാന്ന് വിളിച്ചോ. അതല്ല, മധു സാറിന്റെ പാട്ടും ഇഷ്ടമാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു, വളരെ സന്തോഷമായി. എന്റെ ഫേവറേറ്റ് സിംഗറാണ്. ആണോ? ആഹാ, താങ്ക് യു സാംകുട്ട, താങ്ക് യു. നോക്കാം സാംകുട്ടാ. ഓ, മാജിക്കൽ മെലഡീസ്. ആഹാ, ചിരി നോക്ക് മച്ചണ്ട്. യെസ്. അപ്പൊ സാംകുട്ടാ, എന്ത് ഏത് പാട്ടാ പാടുന്നേ? ഒരു വാക്കും മിണ്ടാതെ, ഒരു നോക്കു കാണാതെ, കാട്ടു ചെമ്പക ചോട്ടിൽ നിന്ന് കാറ്റിതെങ്ങു പോയി. അല്ലേ? ബ്യൂട്ടിഫുൾ സോങ്. വെരി നൈസ് സോങ്. താങ്ക് യു. കൊള്ളാം. എന്നാ നമുക്ക് ഡ്രസ്സൊക്കെ മാറി വന്നിട്ട് പാട്ട് കേൾക്കാം. ഓക്കെ? ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അപ്പൊ എല്ലാവരും QR കോഡ് സ്കാൻ ചെയ്തിട്ട് സാമേട്ടന് വോട്ട് ചെയ്യാം. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ബൈ ബൈ.
കാണാതെ കാട്ടു ചെമ്പക ചോട്ടിൽ നിന്ന് കാറ്റിതെങ്ങു പോയി പൂങ്കാറ്റിതെങ്ങു പോയി. വെരി നൈസ് താങ്ക് യു സൂപ്പർ. താങ്ക് യു. സാംഗുഡ എന്തോ നല്ലൊരു അറ്റംപ്റ്റ് ആയിരുന്നു Thank ഈ you. പാട്ടിന്. താങ്ക് യു. ഒരു രസമുള്ള പാട്ടാണ്. ഓ മാത്രമല്ല ഈ പാട്ട് പാടിക്കഴിഞ്ഞാൽ നമുക്ക് ലിങ്കർ ചെയ്യുന്ന കാര്യം എന്തായിരിക്കും? 1 2 3 1 2 3 4 1 2 3 1 2 3 4 1 2. അവിടുത്തെ രണ്ട് മഹാന്മാരൊന്നും വായിച്ചില്ലേ? അത് കംപ്ലീറ്റ് ഈ പാട്ടിന് അതൊരു റോഡാണ്. ആ റോഡിലാണ് ഈ മെലഡി ആകുന്ന ആ കാർ ഇങ്ങനെ ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ ഇടയ്ക്ക് എനിക്ക് തോന്നിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് താളം കുറച്ച് റഷ് ചെയ്യുന്നതായിട്ട് തോന്നി. അതെ അതെ അതെ. ചില സംഗതികൾ എടുക്കുമ്പോഴത്തേക്കും അത് സ്ലോ കുറച്ചൊന്ന് റിട്ടാർഡ് ചെയ്യുന്നുണ്ട് ആ സംഗതിയുടെ സ്പീഡ്. അപ്പോൾ എന്ത് സംഭവിക്കും? നമ്മൾ പതുക്കെ ഒന്ന് ലാഗ് ചെയ്യും അല്ലേ? അങ്ങനെ ഒരു ലാഗ് പല സ്ഥലത്തും സംഗതികൾക്ക് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കാട്ടുചെമ്പക ചോട്ടിൽ നിന്ന് കാറ്റിതെങ്ങ് പോയി. ആ കാറ്റ് അവിടെ ഫസ്റ്റ് കാറ്റ് പ്രശ്നമായിരുന്നു, പൂങ്കാറ്റ് കുറച്ചും കൂടെ പ്രശ്നമായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് കറക്റ്റാക്കി പഠിക്കേ. ഒരു വാക്ക് മിണ്ടാതെ ഒരു നോക്കു കാണാതെ കാട്ടു ചെമ്പക ചോട്ടിൽ നിന്ന് കാറ്റിതെങ്ങു പോയി പൂങ്കാറ്റിതെങ്ങു പോയി. ഒരു വാക്ക് ഓരോ ഫ്രേസിന്റെ ഇടയ്ക്കുള്ള ശ്വാസം കുറച്ചും കൂടെ എടുത്താൽ നന്നായിരിക്കും തോന്നുന്നു. അപ്പൊ കുറച്ചും കൂടെ ഈസി ആയിട്ട് അത് നമുക്ക് നേരിടാനായിട്ട് സാധിക്കും അത്തരം പ്രശ്നങ്ങളെ. കാരണം എല്ലാം ലോങ് ഫ്രേസസ് അല്ലേ, അപ്പോൾ നമുക്ക് ബ്രെത്ത് ഔട്ട് ആകാനുള്ള ചാൻസ്. അപ്പോൾ ബ്രെത്ത് ഔട്ട് ആയി കഴിഞ്ഞാൽ അവിടെ ശ്രുതി എൻഡിൽ ചേരാനും ബുദ്ധിമുട്ടായിരിക്കും, ശബ്ദ ഘടനയ്ക്കും അവിടെ വ്യത്യാസം വരും. അപ്പൊ അത് ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ പവിഴ മലരിന് നൽകുവാൻ അവിടെ എന്തോ ഒരു പ്രശ്നം തോന്നിയിരുന്നു, സ്ട്രെയിൻ. അത് മേളിൽ പാടാൻ സ്ട്രെയിൻ ഉണ്ടോ മക്കളെ? എങ്ങനെ ഇല്ല. അല്ല ഒന്നുകൂടെ ട്രൈ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടോ എന്നാ ചോദിച്ചത്. ഇല്ല. എന്നാ പഠിക്കാം. അപ്പൊ മൈക്കത്തിരി ക്ലോസ് ആയിട്ട് പിടിച്ചേക്കാം. അവിടെ ഭയങ്കര അവിടെ ഫീബിൾ ആയിട്ട് പോകുന്നുണ്ട്. ചുണ്ടിന്റെ അടുത്ത് കൊണ്ടിട്ടെ മൈക്ക്. ഒന്നുകൂടി സെയിം അല്ല സെയിം ലൈൻ. നല്ല സ്ട്രെയിൻ ആവും നല്ല സ്ട്രെയിൻ ആണ്. തോന്നുന്നു. അതെ. അത് അടുത്ത ഹൃദയം എന്നൊരു പിടഞ്ഞ കണ്ണുകൾ, അവിടെയും മഴനിലാവിൻ അവിടെയും ഇതുപോലുള്ള സ്ട്രെയിൻ ഉണ്ട്. പക്ഷെ തളിരിലെ കുടിലിൽ കിളികൾ കുറുകുമ്പോൾ നിറനില അത് പാടില്ലേ, അത് നല്ല രസമുണ്ട്. കലക്കി. പിന്നെ കൊതി തീരുവോളം
എന്ന് അതെങ്ങനെ പാടിയ എൻഡില് ഒരു മുഖം ഞാൻ നോക്കി. ഒരു മുഖം ഞാൻ നോക്കി നിന്നേ പോയി കൊതി തീരുവോളം ഒരു അവിടെ എന്തോ ജസ്റ്റ് ഒന്ന് ചേരാത്ത പോലെ ഒരു ഫീൽ ഉണ്ടായിരുന്നു കേട്ടോ. ഒരു അങ്ങനെയല്ലേ, അങ്ങനെയല്ലേ? അപ്പൊ അത് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇത്തരം സ്ലിപ്പുകൾ വന്നിട്ടുണ്ട്. നമുക്കിനി ഈ സ്ലിപ്സ് ഒന്നും അഫോർഡ് ചെയ്യാൻ പറ്റൂല. സമയം എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. ഒരു സമയത്ത് ആ സമയത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യാൻ പറ്റിയാൽ മാത്രമേ നമുക്ക് സക്സസ്ഫുൾ ആവാൻ പറ്റൂ. 5-6 മാസം കഴിഞ്ഞിട്ട് ഇത് ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. ഈ സമയത്ത് തന്നെ ഡെലിവർ ചെയ്യണം, അല്ലേ? നമ്മൾ ഇപ്പൊ സ്വിഗ്ഗിയിലൊക്കെ നമ്മൾ ഓർഡർ ചെയ്യില്ലേ, ഓൺ ടൈം ഡെലിവറി, അത് നമുക്ക് വളരെ ഇഷ്ടപ്പെടും. കാരണം നമ്മൾ ഹംഗ്രിയാണ്, അല്ലേ? അതുപോലെയാണ് സാം കുട്ടന്റെ ഏറ്റവും നല്ല പെർഫോമൻസസ് കേൾക്കാനായിട്ട് നമ്മൾ വളരെയധികം കൊതിച്ച് ഹംഗ്രിയാണ്. അപ്പൊ ഓൺ ടൈം ഡെലിവറി നമുക്ക് കിട്ടിയേ പറ്റൂ. അതിൽ കോംപ്രമൈസ് ഇല്ല. ബിക്കോസ് യു ആർ വെരി ഗുഡ്. അതുകൊണ്ടാ പറയണേ. അപ്പൊ അത് ഇപ്പൊ ഇതിൽ തന്നെ മേളിലുള്ള ആ പോർഷൻ എന്തായാലും റിസ്ക് ആണെന്ന് അറിയാലോ. അപ്പൊ ആ റിസ്ക് ആണെന്ന് അറിഞ്ഞുകൊണ്ട് ഈ പാട്ട് സെലക്ട് ചെയ്യുന്നത് കുറച്ചുകൂടെ ആലോചിച്ചിട്ട് വേണ്ടായിരുന്നോ? ആദ്യം എനിക്ക് വേറൊരു പാട്ട് കിട്ടിയ മാഘമാസം മല്ലികപ്പൂ. അപ്പൊ അത് ഭയങ്കര ഹൈ ആയിട്ട് എനിക്ക് പറ്റില്ലാത്തോണ്ട് മാറ്റി. അപ്പൊ അത് നമ്മൾ തന്നെ അത് സംസാരിക്കാലോ, സംസാരിച്ച് ഡിസ്കസ് ചെയ്ത് ഒരു പാട്ടിലോട്ട് എത്താലോ, അല്ലേ? അപ്പൊ അതിലേക്ക് ശ്രമിക്കണം. ഒരു ഡിസ്കഷൻ വേണം. സോങ് സെലക്ഷനിൽ ഒരു ഡിസ്കഷൻ വേണം. അപ്പോൾ രാകേഷിന്റെ ഭാഗത്തുനിന്ന് ഏറ്റവും നല്ല രീതിയിലുള്ളൊരു സപ്പോർട്ടല്ലേ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് സജസ്റ്റ് ചെയ്യാമല്ലോ, അതിനൊന്നും പ്രശ്നമില്ലല്ലോ. അപ്പൊ അത് ചെയ്യണം. സോങ് സെലക്ഷൻ ഇന്നത്തെ, ഈവൻ ദോ ഇറ്റ്സ് എ വെരി വണ്ടർഫുൾ സോങ്, ബട്ട് നോട്ട് ടു ഗുഡ് ഫോർ യു ബിക്കോസ് ഹയർ ഒക്ടേവ്സ് ഉള്ളതുകൊണ്ട്. സോ അത് മനസ്സിൽ വെക്കണേ മകനെ. ഒത്തിരി സ്നേഹത്തോടെയാണ് ഇത് പറയുന്നത്. സാംകുട്ട, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചരണത്തിലെ ആ 2 ലൈൻ ആദ്യം തുടങ്ങിയില്ലേ, അത് വളരെ നന്നായിരുന്നു. പാട്ട് മൊത്തത്തിൽ വളരെ നന്നായിട്ട് പാടി, ഉഗ്രനായിട്ട് പാടി. പക്ഷേ സ്ട്രെയിൻ ഉണ്ട്, നേരത്തെ പറഞ്ഞില്ലേ നമ്മളെ ഹൈ പിച്ചില് കുറച്ച് സ്ട്രെയിൻ ഉണ്ട്. കാറ്റ് തെങ്ങ് പോയി, അതും MJ ഞങ്ങൾ പറഞ്ഞു അല്ലേ, പല്ലവിയില്. അപ്പൊ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ചരണത്തിലെ ആ ഫസ്റ്റ് 2 ലൈൻസ് വളരെ മനോഹരമായിരുന്നു. അനുപല്ലവിയുടെയും വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ പിന്നെ മറ്റുള്ള ലൈനാണല്ലോ, ഹൈ പിച്ചുള്ള പവിഴ മലരിന് നൽകുവാൻ, അതുപോലെ തന്നെ മഴനിലാവലിയവേ അല്ലെ, മഴനിലാവിലലിയവേ, ഇതൊക്കെയാണ് കുറച്ച് സ്ട്രെയിൻ ആയിട്ട് തോന്നി. അപ്പൊ എനിക്ക് ഈ പറഞ്ഞ MJ ഞങ്ങൾ പറഞ്ഞ പോലെ കുറച്ചും കൂടി കംഫർട്ടബിൾ ആയിട്ടുള്ള പിച്ച് സെലക്ട് ചെയ്യുക, അതിൽ കംഫർട്ടബിൾ ആയിട്ടുള്ള പാട്ടുകൾ സെലക്ട് ചെയ്യുക. കുറച്ച് താഴ്ത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ശ്രുതി കുറച്ചൊന്ന് താഴ്ത്തിയാൽ കംഫർട്ടബിൾ ആയിരുന്നിരിക്കുമോ? പാട്ട് പാടുന്ന ഒരു സുഖം അത് പോവും. അത് പാട്ടിന്റെ ശ്രുതി ഇറക്കും തോറും, ഒറിജിനൽ ശ്രുതി ഇറക്കും തോറും പാട്ടിന്റെ സുഖം പോവും. കേൾക്കാനുള്ള ഒരു ഇമ്പാക്ട് കുറയും. അതെ, കാരണം അത് കേട്ടാണല്ലോ ജനങ്ങള് പഴകിയിട്ടുള്ളത്. അപ്പൊ അത് ആ ഒരു ശ്രുതിയിൽ തന്നെ പാടിയാൽ, അല്ലെങ്കിൽ പിച്ച് കൂട്ടിയാലും കുഴപ്പമില്ല കംഫർട്ടബിൾ ആണെങ്കിൽ. പക്ഷെ ഇതിപ്പോ ഹൈ പിച്ച് പ്രശ്നമാണല്ലോ. അപ്പൊ ഇനി എടുക്കുന്ന പാട്ടുകളൊക്കെ അതിങ്ങനെ സെലക്ട് ചെയ്തിട്ട് സംസാരിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്തത് എങ്ങനെ, ഏത് പാട്ട്, ഏതെങ്കിലും വേറെ പാട്ട് ഏത് ഓപ്ഷൻ കൊടുത്തിട്ട് കംഫർട്ടബിൾ ആയിട്ടുള്ള പാട്ട് കൊടുത്തിട്ട് സെലക്ട് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പൊ ഇതൊന്ന് ശ്രദ്ധിക്കാം. സാംകുട്ട മിടുക്കനായിട്ട് പാടി കേട്ടോ. നല്ലൊരു അറ്റംപ്റ്റ് ആയിരുന്നു. എന്താ പറയാ, ഒരുപാട് ഫീൽ ഇങ്ങനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഉണ്ടായിരുന്നു. നല്ല എന്താ പറയാ, പല്ലവിയിലും അനുപല്ലവിയിലും ചരണത്തിലൊക്കെ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു സാംകുട്ടന് എന്നൊരു ഫീല് കൊണ്ടുവരാൻ. അതിന് ആ പാട്ടിന്റെ എന്താണോ അതിന് വേണ്ടത് കൊടുക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ ഹൈ പോവാത്തതിന്റെ ഒരു പേടി ഓൾറെഡി ഉണ്ടോ? മനസ്സിനകത്തുണ്ടെന്നാണ് എനിക്ക്. പാടുമ്പോ മൈക്ക് മാറ്റി കൊണ്ടുപോകുന്നുണ്ട്, അതാണ് ഞാൻ നേരത്തെ ഉണ്ടായിരുന്നു, ഇപ്പം ഇല്ല. കാരണം ഇപ്പൊ ഹൈ പിച്ച് പാടിയ സ്ഥലത്തൊക്കെ മൈക്ക് ദൂരെ ഇങ്ങനെ പോകുന്നുണ്ട്. തല ഒരു സൈഡ് പോകുന്നു, മൈക്ക് വേറെ ഒരു ഡയറക്ഷനിൽ പോകുന്നുണ്ട്. വോയിസ് വളരെ ഇങ്ങനെ ഫീബിളായി പോകും, ചെറുതാവും. അപ്പൊ അതാ ചോദിച്ചത് കേട്ടോ. അപ്പൊ എനിക്കറിയാം വോയിസ് മാറുന്ന ഒരു സമയമാണ്, അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ എന്തായാലും സാംകുട്ടിന് ഉണ്ടാവും. പക്ഷെ എന്താ പറയാ, ഇങ്ങനത്തെ സ്ട്രെയിൻ വരുമ്പോഴത്തേക്ക് മൈക്ക് ഇങ്ങനെ മാറ്റുമ്പോഴത്തേക്ക് പെട്ടെന്ന് ആ വോളിയം ഡിപ്പ് വരും. മറ്റേ നമുക്ക് മനസ്സിലാക്കാം കേട്ടോ. അപ്പൊ അതൊക്കെ നോക്കിയിട്ട് ചെയ്താൽ മതി. ഇത് ഈ സ്ട്രെയിൻ ആണ് ഇന്നത്തെ മെയിൻ വില്ലൻ, അതാണ് എനിക്കും തോന്നിയത് കേട്ടോ. ബാക്കിയൊക്കെ അടിപൊളിയായി പാടി. ഓക്കെ, മിടുക്കനാണേ. ഓൾ ദി ബെസ്റ്റ്. പിന്നെ ഭയങ്കര തള്ളലാന്ന് കേട്ടല്ലോ. അത് ഞാനും കേട്ടു. ഞാനും കേട്ടു. ഞാനും കേട്ടു. ശരി കേട്ടില്ലേ?
ഇത് കഴിയുമ്പോഴത്തേക്കും സാംകുട്ടൻ അവിടെ പോയിട്ട് പറയും എനിക്ക് 5 സ്റ്റാർസും കിട്ടും പിന്നെ 100 ഉണ്ട് 5 സ്റ്റാർസ് ഉണ്ട് എന്ന് പറയും. അങ്ങനെ ഒരു പതിവുണ്ടോ? ആഗ്രഹം പറഞ്ഞു. പക്ഷെ ആഗ്രഹം പറഞ്ഞ് കിട്ടിയെന്ന് പറയോ? ആ എനിക്ക് ആഗ്രഹം ഉണ്ടെന്നല്ലേ പറയുള്ളൂ. ആ അല്ല എനിക്ക് ഇങ്ങനെ എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞ കിട്ടിയെന്ന് പറയോ? ആഗ്രഹമാണോ? അപ്പൊ അവൻ ഇങ്ങനെ നോക്കും, അയ്യോന്ന് വെക്കും. അപ്പൊ എനിക്ക് മാർക്ക് പറഞ്ഞു. ഓ സമാധാനം നോക്കാം അപ്പൊ. അതിന് വേണ്ടിയിട്ടാണോ? ഫ്രണ്ട്സ് തമ്മിൽ അങ്ങനെ തന്നെ ആയിരിക്കണം. ലെഗ് പുള്ളിങ് വേണം. കൂട്ടുകാർ ഭയങ്കര രസമായിരിക്കും. ഫ്രണ്ടിന്റെ ആ എക്സ്പ്രഷൻ കാണാൻ വേണ്ടിട്ടാണ് അതെ, അങ്ങനെയാണോ പറയണത് അല്ലേ? പ്രാങ്ക്സ് വേണം, എന്നാലേ രസമുള്ളൂ. കുറുമ്പ് വേണം. അവൻ എനിക്കിട്ടൊരു പണി തന്നു കഴിഞ്ഞ ദിവസം. എന്ത് ചെയ്തു? നമ്മുടെ ഗ്രൂമേഴ്സ് എല്ലാം ഷട്ടിൽ ബാറ്റ് കളിച്ചോണ്ടിരിക്കായിരുന്നേ. അപ്പൊ ഞാൻ സൈഡിൽ നിന്ന് പാട്ട് ഹെഡ്സെറ്റ് വെച്ചിട്ട്, ഇപ്പൊ ഹെഡ്സെറ്റ് വെച്ചിരിക്കുമ്പോ പുറത്തെ ശബ്ദങ്ങളൊന്നും കേൾക്കാൻ കേക്കില്ല. പറ്റില്ല. അപ്പൊ ഇവൻ സനൂപ് സാറ് വീണു കളിക്കുന്നതിന്റെ ഇടയ്ക്ക്. അപ്പൊ സാരൻ കൊറ്റ ചിരി, ഞാൻ കേൾക്കുന്നില്ല ഇതൊന്നേ. അപ്പൊ ആരാടെ ചിരിച്ചെന്ന് ചോദിച്ചപ്പോ സാംസോണി എന്ന് പറഞ്ഞിട്ട് അവന് ഒന്നും അറിയാത്ത മട്ടിയിരുന്നു. എന്നിട്ട് അവര് അവസാനം അമ്മ പറഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞു. അങ്ങനെ പണിയൊന്നും കൊടുക്കുന്നുണ്ട്. യെസ്, അപ്പൊ എന്തായാലും കൊള്ളാം. ഓ. നല്ല ഫ്രണ്ട്സ് ആണെന്ന് തോന്നുന്നു ഇല്ലേ? അപ്പൊ സാംകുട്ടാ, ഓ ഇന്നത്തെ മാർക്ക് പറയട്ടെ. ആ ഇറ്റ് ഈസ് 96.75 ഔട്ട് ഓഫ് 100 ഫോർ Thank you. സാംകുട്ടൻ. താങ്ക് യു. ഒരു വാക്കുമിണ്ടാതെ ഒരു നോക്കു കാണാതെ കാട്ടുചെമ്പകച്ചോട്ടിൽ നിന്ന കാറ്റിതെങ്ങു പോയി, പൂങ്കാറ്റിതെങ്ങു പോയി. അപ്പൊ സംചേട്ടാ, ഓ അടുത്ത പാട്ടൊക്കെ തകർക്കില്ലേ? തകർക്കൂ. ഓക്കെ, അപ്പൊ ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ബൈ. ബൈ സാം. MG അങ്കളെ, Yeah. ഇനി MG അങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള സൗരംഗൻ ചേട്ടനും സൗരംഗ്. യെസ് ഒപ്പം അനുഷ്ക ചേച്ചിയുമായിട്ടുള്ള ഒരു ഡുവറ്റ് പെർഫോമൻസ് ആണ്. ആഹാ, വെൽക്കം ചെയ്യാലോ? വെൽക്കം ചെയ്യാം. ചെയ്യണമല്ലോ. വിളിക്കാൻ നോക്ക്. ലെറ്റ്സ് വെൽക്കം സൗരംഗൻ ചേട്ടൻ ആൻഡ് അനുഷ്ക ചേച്ചി. എന്താ ഉടുപ്പ് നോക്കിയേ? എന്താ ഉടുപ്പ്? അതെ, മാച്ചിങ്. അമ്മയായിരിക്കും അല്ലേ? ഇതാരാ ഡിസൈൻ ചെയ്തേ? ഇത് ഡിസൈൻ ചെയ്തല്ല, ആരാ എവിടെന്ന് വാങ്ങിയേ? ഇത് അനുഷ്കയുടെ അമ്മ ആദ്യം ഇവക്ക് വേണ്ടിട്ട് ഡ്രസ് എടുത്തു. അപ്പൊ മാച്ച് ചെയ്യാനായിട്ട് അപ്പൊ മാച്ച് ചെയ്യാൻ വേണ്ടിട്ട് ഒരു റെഡ് ഷർട്ടും പാന്റും എടുത്തു പറഞ്ഞു. അപ്പൊ അങ്ങനെ എടുത്തത്. ആണോ? അതും അനുഷ്കയുടെ അമ്മ എടുത്തെന്ന? അല്ല, ഞാൻ തന്നെ എടുത്തത്. സ്വയം എടുത്ത കളർ തന്നപ്പോ അങ്ങനെ എടുത്തു. ഓക്കേ, അങ്ങനെ ഓക്കേ. സാരംകുട്ടാ, നമുക്ക് പൊതുവേ സൗന്ദര്യമാണല്ലോ. അതെ, എന്തിട്ടില്ലെങ്കിൽ പ്രശ്നമല്ലോ. ഇല്ല അപ്പൊ ഇങ്ങനെ ഒരു അമ്മയെ കിട്ടിയത് ഭാഗ്യല്ലേ? അതെ ശരിക്കും. അല്ലേ? സാരംകുട്ടനാണ് നമ്മുടെ വീട്ടിന്റെ ഐശ്വര്യം. ടോപ്പ് സിംഗറിന്റെ ഐശ്വര്യം. യെസ്. അപ്പൊ എങ്ങനെയാണ് പാട്ട്? നിനക്കെന്റെ മനസ്സിലെ ഒരുമിച്ച് മൊത്തത്തിലൊരു ഒരുമിച്ച് സംസാരിക്കുമ്പോ തന്നെ ഡ്യുവറ്റ് ആണല്ലോ. ഈ ഒരുമ എങ്ങനെ? അതെ. എങ്ങനെ ഉണ്ടായിരുന്നു പ്രാക്ടീസ് ചെയ്തപ്പോ സാരംകുട്ടൻ്റെ കൂടെ? കുഴപ്പമില്ല. അത് അവള് നന്നായിട്ട് നല്ല സ്വഭാവമാണ് ഇവള്. അതെങ്ങനെ മനസ്സിലായി? അവളെ പെരുമാറ്റം കണ്ടിട്ട്. ആണല്ലേ? നല്ല സ്വഭാവമായിട്ട് നന്നായിട്ട് പാടാൻ പറ്റണമെന്നില്ലല്ലോ. ഇല്ല, അത് ആ പാട്ട് എങ്ങനെയുണ്ടെന്നാ ചോദിച്ചേ? പാട്ട് കുഴപ്പമില്ല, പാടുന്നുണ്ട്. ഇതിലാരാ മൂത്തത്? കുഴപ്പമില്ലെന്ന്, പാട്ട് കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ഞാൻ അനുഷ്ക എങ്ങനെയുണ്ട് പാട്ട്? അടിപൊളിയാ പാടും. പാടുന്നുണ്ടല്ലേ? സാരംകുട്ടൻ എന്തെങ്കിലും സജഷൻസ് പറയാറുണ്ടോ? ഇല്ല, അത് അവന് വോയിസ് ചേഞ്ചിന്റെ പ്രശ്നം കാരണം ഹൈ ഒക്കെ പോകുമ്പോ ചിലപ്പോ ക്രാക്ക് വരാറുണ്ട്. അപ്പൊ ഇന്ന് ക്രാക്ക് ഒന്നും വരാതിരിക്കട്ടെ. പാട്ടിന്റെ ഡീറ്റെയിൽസ്: മൂവി ഗ്രാമഫോൺ, സംഗീതം സംഗീതം വിദ്യാസാഗർ സാറാണെന്നറിയാം. അതെ, ലിറിക്സ് പുത്തഞ്ചേരി സാർ. യെസ്. പാടിയത് യേശുദാസ് സാറും ദാസേട്ടനും. യെസ്. എനിക്ക് ഈ സിനിമയിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഏതാണെന്ന് അറിയാം സൗരംഗന്? എന്നാലും അത് എവിടെ പോയാലും ഈ പാട്ട് തന്നെ എനിക്കിഷ്ടം. ഈ പറഞ്ഞ പാട്ടും ഇഷ്ട. ഇപ്പൊ പാടാൻ പോണ പാട്ടും എനിക്ക് എല്ലാ പാട്ടും അടിപൊളിയാണ്. പക്ഷെ എനിക്ക് ഈ ഒരു പാട്ടാണ് കൂടുതൽ ഇഷ്ടം. ഓക്കെ, തരരുത് അപ്പൊ രണ്ടുപേരും കൂടെ ഉഗ്രനായിട്ട് പാട്ടെ. ഉഗ്രൻ കോമ്പിനേഷൻ, ഒരുമയോടുകൂടി. ഓക്കെ, ഐക്യത്തോടുകൂടി, സ്നേഹത്തോടുകൂടി പാടിക്കോളൂ. അപ്പൊ എല്ലാവരും സാരൻ ചേട്ടനും അനുഷ്ക ചേച്ചിക്കും വേണ്ടി വോട്ട് ചെയ്യണം. സ്ക്രീനിൽ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം.
മനസ്സിലെ മലരിട്ട വസന്തത്തിൻ മഴവില്ലു മെനഞ്ഞു തരാ മിഴിക്കുള്ളിലെരിയുന്ന നറുതിരി വെളിച്ചത്തിനൊരു തുള്ളി കവർന്നു തരാ ഒരു സ്വർണ്ണത്തരിയായി മാറി തല ചായ്ക്കാൻ മോഹിച്ചെത്തി ഒരു കുമ്പിൾ പനിനീരായി നിൻ പാട്ടിലറിഞ്ഞു തൊളുമ്പേ ഞാൻ നിനക്കെന്റെ മനസ്സിലെ മലരിട്ട വസന്തത്തിൻ മഴവില്ലു മെനഞ്ഞു തരാ മിഴിക്കുള്ളിലെരിയുന്ന നറുതിരി വെളിച്ചത്തിനൊരു തുള്ളി കവർന്നു തരാ മഴവില്ലു മെനഞ്ഞു തരാ മിഴിക്കുള്ളിലെരിയുന്ന നറുതിരി വെളിച്ചത്തിനൊരു തുള്ളി കവർന്നു തരാ ഒരു തുള്ളി കവർന്നു തരാ ഒരു സ്വർണ്ണത്തരിയായി മാറി തല ചായ്ക്കാൻ മോഹിച്ചെത്തി ഒരു കുമ്പിൾ പനിനീരായി നിൻ പാട്ടിലലിഞ്ഞു തൊളുമ്പേ ഞാൻ. വെരി ഗുഡ് മക്കളെ, രണ്ടുപേരും നന്നായിരുന്നു. അനുഷ്കേ എന്താ? താങ്ക് യു. സാറങ്ങോട്ടാ എന്താ സാർ? താങ്ക് യു അസലേ. അപ്പൊ നമുക്ക് അനുഷ്കൻ എന്ത് കൊടുക്കാം? മലരിട്ട വസന്തത്തിൻ മഴവില്ല് മെനഞ്ഞു തരാം. ഓക്കെ, ഇത്രയും നന്നായിട്ട് പാടിയവന്. അപ്പൊ സാരംകുട്ടൻ എന്ത് കൊടുക്കും? നറുതിരി വെളിച്ചത്തിൻ ഒരു തുള്ളി കവർന്ന് തരാം. ബുദ്ധിമുട്ടുണ്ടോ? ഇഷ്ടമാണോ അത്? അത് കിട്ടിയാ? കയ്യിൽ കിട്ടിയാ? എന്ത് കിട്ടി? ഒന്നും മനസ്സിലായില്ല. എന്താണെങ്കിലും കുഴപ്പമില്ല, പോരട്ടെന്ന്. ടാലന്റിന്റെ വെളിച്ചം രണ്ടുപേരിലും കാണാൻ പറ്റുന്നുണ്ട്. ഈ താമര ഇലയില്
അതിലിങ്ങനെ ഈ ഒരു ജലകണം അതിങ്ങനെ നിൽക്കുന്നത് കണ്ടിട്ടുണ്ടോ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ ചേമ്പിന്റെ അല്ല, ചേമ്പിന്റെ ഇല, ഏതിലാണെങ്കിലും അത് ഭയങ്കര ബ്യൂട്ടിഫുൾ അല്ലേ? അങ്ങനെ രണ്ട് ചെറിയ ചെറിയ സ്വീറ്റ് ബബിൾസിന്റെ ഇങ്ങനെ ആ ചേമ്പിന്റെ ഇലയിൽ ഇരിക്കണ പോലെ ഒരു ഫീൽ ഉണ്ടായിരുന്നു. കേട്ടോ നിങ്ങൾ രണ്ടുപേരും അത് ടാലന്റ് ആണ് കാണിക്കുന്നത്. അത് വണ്ടർഫുൾ ആണ്. വണ്ടർഫുൾ വണ്ടർഫുൾ വണ്ടർഫുൾ. ഒരു സ്വർണ്ണത്തരിയായി മാറി തല ചായ്ക്കാൻ മോഹിച്ചെത്തി ഒരു കുമ്പിൾ പനിനീരായി നിൻ പാട്ടിലറിഞ്ഞു തൊഴുമ്പേ ഞാൻ നിനക്കെന്റെ മനസ്സിലെ മലരിട്ട വസന്തത്തിൻ മഴവില്ലു മെനഞ്ഞു തരാം മിഴിക്കുള്ളിലെരിയുന്ന നറുതിരി വെളിച്ചത്തിനൊരു തുള്ളി കവർന്നു തരാം. സാരംകൂടൻ ചില സ്ഥലങ്ങളിൽ കസറി കേട്ടോ. അതെ അതെ അതെ, തുടക്കം മാത്രം കുറച്ചൊരു ടെൻഷൻ ആയിപ്പോയി. അതെ, അപ്പൊ ശ്വാസം കിട്ടിയില്ല. അതെ അതെ മെനഞ്ഞു തരാം. അത് സസ്റ്റെയിൻ കുറച്ചുകൂടെ വരല്ലേ? അതെ ഫസ്റ്റില് ആ അതൊന്ന് പഠിക്കാം. അത് ശ്വാസം കിട്ടിയില്ല അല്ലേ? അതെ അതെ. നിനക്കെന്റെ മനസ്സിലെ മലരിട്ട വസന്തത്തിൻ മഴവില്ലു മെനഞ്ഞു തരാം. എനിക്ക് എന്റെ സാധനം കൊണ്ടൊന്നും പറ്റാത്തോണ്ടല്ല കേട്ടോ. നമ്മള് ടീമിലല്ലേ? പക്ഷെ ഒരു കുമ്പിൾ പനിനീർ നീയൻ പാട്ടിലരഞ്ഞു സൂപ്പറാക്കി. അവിടെ കസറി. പിന്നെ ശലഭം പോലെ എന്ന് പറഞ്ഞപ്പോ ഒരു രക്ഷയില്ല, അവിടെ കസറി. പിന്നെ ഗുഡ് ആയിട്ടുള്ള ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ ഉമ്മ കൊടുത്തു കൊടുത്തു മയക്കി ഉണർത്തുക നീ. അതിന്റെ ടെയിൽ പീസിൽ ഒരു നീല് വന്ന് അവസാനിക്കുന്നുണ്ട്. അത് പഠിക്കേ. അങ്ങനെ അത് നന്നായിട്ടുണ്ടായിരുന്നു. ഇനി അനുവിന്റെ കാര്യം പറയാം. അനുഷ്ക്ക് പാടിയതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ലൈൻ എന്ന് പറയുന്നത് നീ തൊട്ടുണർത്തുമ്പോൾ നക്ഷത്രമാവും ഞാൻ. സൂപ്പറായിരുന്നു. പിന്നെ സൂചി ചേച്ചിയെ ഇങ്ങനെ ഒപ്പിയെടുത്തൊരു ഭാഗം ഉണ്ടായിരുന്നു. പ്രേമാർദ്രമായ എന്തോ ചൊല്ലുന്നു 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 നീ. അത് പാടിയില്ലേ? അത് ഉക്കറായിരുന്നു. അത് പഠിക്കേ. പ്രേമാർദ്രമായെന്തോ ചൊല്ലുന്നു നീ. അവിടെ സുജാ ചേച്ചി വന്നു. ഷീസ് റിയലി ഗ്രേറ്റ്. പ്രത്യേകിച്ചും ഈ എക്സ്പ്രഷൻസ് ചൊല്ലുന്നു അതൊക്കെ സൂചിച്ചിട്ട് സ്റ്റാമ്പാണ്. അത് ചിലപ്പം വിദ്യാജി പറയുമ്പോഴത്തേക്കും ചേച്ചി അങ്ങനെ പാടിയതായിരിക്കും ചിലപ്പം. അങ്ങനെ വിദ്യാജി അത്തരം നല്ല ഇൻപുട്സ് ഒക്കെ സമ്മതിക്കുന്ന ഒരാളാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ അതൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ. പിന്നെ മാത്രമല്ല ഫസ്റ്റ് പല്ലവിയില് നല്ല മെച്ചോർഡ് സിംഗിങ് ഉണ്ടായിരുന്നു. അത് അനുഷ്കിന് സാധിക്കുന്നുണ്ട്. നല്ല രസമുണ്ടായിരുന്നു. മാത്രമല്ല ബാക്കിൽ ഇങ്ങനെ ഹാർട്ട്സ് ഇങ്ങനെ വീഴുന്നുണ്ടായിരുന്നു വിസ്താരയില്. അതും കൂടെ കാണുമ്പോഴുണ്ടല്ലോ ഏതോ ഒരു റൊമാൻറ്റിക് ഏജിലോട്ട് നമ്മളെ തിരിച്ചു കൊണ്ടുവന്ന് കുറെ വയസ്സായെങ്കിലും തിരിച്ചു കൊണ്ടുപോകണ പോലുള്ള ഒരു ഫീൽ ആയിരുന്നു. രണ്ടുപേരും നന്നായി പാടി, വളരെ നന്നായിരുന്നു, ഉഗ്രനായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒന്നാമത്തെ എനിക്ക് ഈ പാട്ട് വളരെ ഇഷ്ടമാണ്. നല്ല റൊമാൻറ്റിക് അല്ലേ സോങ് അല്ലേ? ഇപ്പൊ എം ജെ അങ്കിൾ അതിനേക്കാളും കൂടുതലായിട്ടൊന്നും എനിക്ക് പ്രത്യേകിച്ച് പറയാനില്ല. എല്ലാം എം ജെ അങ്കിൾ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ കരൾ പിടയും എന്നാരാ പാടിയേ? അതാരാ പാടിയേ? അതൊന്ന് പാടി. യെസ്, നന്നായിരുന്നു. ഒന്നുകൂടി കേൾക്കാൻ വേണ്ടി ചോദിച്ചതാ. ഓക്കെ. നക്ഷത്രമാവും ഞാൻ, അതും നന്നായിരുന്നു അനുഷ്ക പാടിയത്. അനുപല്ലവിയിലൊക്കെ പാടിയത് നന്നായിരുന്നു കേട്ടോ. സാരംകുട്ട പാടിയത് നന്നായിരുന്നു. ഇവിടെ ആരാ പാടിയത്? 1000 ഓർമ്മകളാവുക നീ. അവിടെ ഇത്തിരി ബ്രത്ത് കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടിയോ അവസാനം എൻഡില്? ഒന്ന് പാടിയേ, ഒന്ന് ശരിക്കും കേക്കട്ടെ. പാദസരങ്ങളണിഞ്ഞ മനസ്സിലൊരായിരം ഓർമ്മകളാവുക നീ. യെസ്, ഇങ്ങനെ അപ്പൊ വന്നിരുന്നെങ്കിൽ ഉണ്ടല്ലോ
സൂപ്പറായനെ. ഇപ്പൊ നന്നായി, സൂപ്പറായി. പിന്നെ മായപ്പൊൻ വെയിലിൽ തുടങ്ങിയത് ശ്രുതി. പിന്നെ സന്ധ്യയെ വിൻസന്ധ്യയെ അതും ശരിയാവാനുണ്ട്. അങ്ങനെ പാടി. മായപ്പൊൻവേലിന്നാളം മിഴിയാലൊഴിയും മിഴിയാലൊഴിയും വിൻസന്ധ്യേ. അത് ശരിയാക്കാനുണ്ട്. ക്ലാരിറ്റി അപ്പൊ ടേക്കിൽ ക്ലാരിറ്റി ഇല്ലായിരുന്നു. വിൻസന്ധ്യേ. യെസ്, അത് നേരത്തെ ടേക്കിൽ അത് ഭംഗിയായിട്ട് വന്നില്ല, ഇത്രയും ഭംഗിയായിട്ട് വന്നില്ല. പിന്നെ പ്രാണന്റെ വെൺപ്രാവായി പാടുന്ന നീമല്ലേ കുറച്ചുകൂടി ഫീല് കൊടുത്താൽ നല്ലതായിരുന്നു. സാരംകുട്ടൻ കുറച്ചുകൂടി ഫീല് വേണം അവിടെ ആ ലൈനിന്. അതങ്ങനെയല്ലേ, അങ്ങനത്തെ വരികളല്ലേ. പ്രാണന്റെ വെൺപ്രാവായി പാടുന്നു നീമല്ലേ, വികാരം വേണ്ടേ? ആ വികാരത്തോട് പാടിയ കേക്കട്ടെ. പ്രാണന്റെ വെൺപ്രാവായി പാടുന്നു നീമല്ലേ. യെസ്, ഇപ്പൊ വികാര തരളിതൻ. അതൊക്കെ ആ ലൈന് അന്ന് കുറച്ചുകൂടി പറഞ്ഞില്ലേ, ഇപ്പൊ വികാര തരളിതനായി. യെസ്. അപ്പൊ ഇതൊക്കെയാണെന്ന് സംഭവിച്ചത്. ബാക്കിയെല്ലാം സൂപ്പറായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. ബാക്കിയുള്ള എല്ലാ ഭാഗങ്ങളും വളരെ മനോഹരമായിരുന്നു. രണ്ടുപേരും അതിമനോഹരാക്കി പാടി. ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കാനാണ് ഇനി മുതൽ. നിങ്ങൾ നന്നാവാൻ വേണ്ടിയാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. സാരംകോട്ട ആദ്യം ഒന്ന് പേടിച്ചല്ലേ? അത് കഴിഞ്ഞിട്ട് പിന്നെ പേടിച്ചോ? അങ്ങനെ ടീമാണേ. പക്ഷെ നടന്ന കാര്യങ്ങൾ പറയാലോ, സത്യമാണല്ലോ. പിന്നെ പേടി പോയത് എപ്പോഴാന്ന് പറയട്ടെ. കൈ പിടിച്ച് ഡാൻസ് ചെയ്തില്ലേ, അതിനുശേഷം പേടി പോയില്ലേ? ഇല്ലേ? എനിക്ക് തോന്നിയത് അല്ലേ, അനുഷ്ക കൈ പിടിച്ചിങ്ങനെ ഡാൻസ്, അതിനുശേഷം സാരംകുട്ടന്റെ പേടി പോയി. അവന് ഓർക്കുക, അപ്പൊ ഒരു ആശ്വാസമായി എന്താണ് സംഭവിച്ചത് ഇങ്ങനെ ആലോചിക്കുക സാരംകുട്ടൻ. അപ്പൊ എന്തായാലും ആ പെട്ടെന്ന് ഒരു നെർവസ് ആയത് ഇങ്ങനെ കാണാനുണ്ടായിരുന്നു. പക്ഷെ അത് പിന്നെ അനുപല്ലവിയൊക്കെ എത്തിയപ്പോഴത്തേക്ക് അതങ്ങ് സെറ്റായി കേട്ടോ. അത് നല്ല രസമുണ്ടായിരുന്നു. രണ്ടുപേരും കൂടെ ആ സ്റ്റെപ്പൊക്കെ ചെയ്തതും അതൊക്കെ നല്ല രസമായിരുന്നു കാണാൻ വേണ്ടി. പിന്നെ എനിക്ക് തോന്നുന്നു സാരംകുട്ടന് കുറച്ചും കൂടെ ഒരു ടെക്നിക്കലി അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പാട്ടിനെ. കുറച്ചും കൂടെ ടെക്നിക്കൽ സാധനങ്ങള്, ക്ലാരിറ്റി ഉണ്ട് നല്ല. പക്ഷെ അതിന്റെ കൂടെ എന്ന് പറഞ്ഞാൽ ഈ മോഡുലേഷൻസിൽ ചെറിയ ശ്രദ്ധ വേണം അതിന്റെ കൂടെ. പക്ഷെ അതിന്റെ കൂടെ ശബ്ദവും കൂടെ മാറുന്നത് കൊണ്ട് ഡിഫിക്കൾട്ട് ആയിരിക്കും. അതിപ്പം ഔട്ട് ഓഫ് കൺട്രോൾ പോകുന്നുണ്ട്. ചിലപ്പോൾ വോളിയം ഭയങ്കരമായിട്ട് കൂടുന്നതായിട്ടൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്, എസ്പെഷ്യലി ഹൈ പോകുന്ന ഭാഗങ്ങളൊക്കെ. പിന്നെ എനിക്ക് സാരംകുട്ടൻ തോന്നിയത് ഡ്യുവറ്റ് പാടിയിട്ട് ഒരു വരിയുടെ അവസാനം എത്തുമ്പോഴില്ലേ, നമ്മള് എസ്പെഷ്യലി ഈ പാട്ടാകുമ്പോ ഒരു കൈമാറ്റം ഉണ്ടാവും, ഒരു അടുത്ത ഒരാൾക്ക് ഇത് കൊടുക്കുന്ന പോലത്തെ ഒരു ഫീൽ. അത് പലപ്പോഴും ഈ പാട്ട് കേൾക്കുമ്പോൾ ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോ വിൻസന്ധ്യയെ കഴിഞ്ഞിട്ട് അങ്ങ് ഇട്ട് കൊടുക്കണ പോലെയാ, സുജാ ചേച്ചിക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കണ പോലെയാ ഉണ്ടാവുക. എന്നിട്ട് അവിടെ നിന്ന് പിന്നെ ക്യാരി ഫോർവേഡ് ചെയ്യും. ആ ഒരു സാധനം മിസ് ചെയ്യണ പോലെ ഫീൽ ചെയ്തു, എസ്പെഷ്യലി ലാസ്റ്റ് ചരണത്തിലോട്ടേക്ക് എത്തിയപ്പം. അതൊക്കെയാണ് സാരംകുട്ടന്റെ ഇന്ന് ഫീൽ ചെയ്തത്. അനുഷ്കിന്റെ വോയിസ് ഇസ് സോ ബ്യൂട്ടിഫുൾ ടുഡേ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് ശബ്ദം. എന്നൊരു ഇഷ്ടപ്പെട്ട പാട്ടാണല്ലേ? ആ ഒരു സ്നേഹം ആ പാട്ടിന്റെ അടുത്തുള്ളത് അറിയാനുണ്ടായിരുന്നു. ഇതിനു വേണ്ടിട്ട് പാട്ട് പഠിക്കാൻ അത് അടിപൊളി. അത് ആ ഒരു ഇഷ്ടമില്ലേ, ആ ഒരു പാട്ടിനോടുള്ള ഇഷ്ടം ശരിക്കും അതിൽ കേൾക്കാൻ പാടി തുടങ്ങിയപ്പോ തന്നെ ഫീൽ ചെയ്തു. വളരെ ഇഷ്ടപ്പെട്ട് പാടുന്ന പാട്ടാണ്. യെസ്. പിന്നെ എനിക്കിന്ന് മെയിൻ ശബ്ദമായി പ്രശ്നമായി തോന്നിയത് ആ ഒരു ഷെയ്ക്കാണ്. നമുക്ക് ആ ഷെയ്ക്ക് മാറ്റണം, ആ വെറ കേട്ടോ. അത് ഇനിയും പ്രാക്ടീസ് ചെയ്ത് സെറ്റ് ആക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ പെട്ടെന്ന് തന്നെ നമുക്ക് സെറ്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ രണ്ടുപേരും അടിപൊളിയായിരുന്നു. ഓൾ ദി ബെസ്റ്റ്. അപ്പൊ സാരംകോട്ട, അനുഷ്ക കുട്ടി മാർക്ക് അറിയണ്ടേ? അപ്പൊ അനുഷ്കിന് ഇന്നത്തെ മാർക്ക് 98 ഔട്ട് ഓഫ് 100. ആൻഡ് നമ്മുടെ സാരംകോട്ടന് ഇറ്റ് ഈസ് 97.5 ഔട്ട് ഓഫ് 100. അപ്പോ അനുഷ്ക ചേച്ചി, ശരണ്യ ചേട്ടാ, അടുത്ത പാട്ടിൽ എല്ലാം ശരിയാക്കണം. അപ്പോ ഓൾ ദി ബെസ്റ്റ്. ബൈ. ഗുഡ് നൈറ്റ്. ബൈ ബൈ. ഗുഡ് നൈറ്റ്.